Take page number 40. Okay. In that picture, see one boy is sitting and drawing on the paper. ഒരു പിക്ചറിൽ ഒരു ബോയ് നിലത്ത് കുത്തിയിരുന്ന് പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടോ? ഫാത്തിമ കണ്ടോ മോളെ? എന്ത് ദൈവമേ, എന്റെ കൊച്ചെന്തൊക്കെയോ. കൊച്ചിനെ ആരാ വഴക്ക് പറയുന്നേ? ഫാത്തിമേനെ ആരാ വഴക്ക് പറയുന്നേ? എന്തിനാ എന്റെ മോളെ വഴക്ക് പറയുന്നേ? നല്ല മിടുക്കി മോളാണല്ലോ ഫാത്തുക്കുട്ടി. മോള് കണ്ടോ? പേജ് നമ്പർ 40 കണ്ടോ? ഒരു ബോയ് സിറ്റിംഗ് ഡൗൺ ആൻഡ് ഡ്രോയിങ് ഓൺ എ പേപ്പർ. പേപ്പറിൽ വരയ്ക്കുന്നത് കണ്ടോ ഫാത്തിമ? പുസ്തകം ഒന്നും തുറന്നില്ലല്ലേ ഇതുവരെ? മിക്താദിന്റെ പുസ്തകം ഉണ്ടോ മോനെ കയ്യില്? ഓക്കെ, യു ഹാവ് ടു ലുക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തുക്കുട്ടി, ടേക്ക് പേജ് നമ്പർ 40. എന്താ പറഞ്ഞോ? എന്തെങ്കിലും പറയാനുണ്ടോ മോൾക്ക്? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ എന്നാ പറയണ്ടെന്ന് വെച്ചാൽ. നല്ല വേഗം മാറ്റേ. അത് സാരമില്ല, അത് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലേ? യൂട്യൂബ് ക്ലാസ് കാണണേ. ഇപ്പൊ പേജ് നമ്പർ 40 എടുക്കുക. 40 എടുത്തു. ഓക്കെ, അവിടെ കണ്ടോ ഒരു ബോയ് എന്ത് ചെയ്യുന്നേ? ഹി ഈസ് ഡ്രോയിങ് ഓൺ എ പേപ്പർ. After drawing, he has a color pencil and all. He will color all those picture. And in second picture, you see one boy is coloring on computer. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ആ ബോയ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറില് ചിത്രമൊക്കെ വരച്ചിട്ട് കളർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കും അങ്ങനെ ചെയ്താലോ? വെയിറ്റ് മിസ് നോക്കട്ടെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുമോന്ന്. അൺമ്യൂട്ട് ചെയ്യണ്ട, വേഗം മ്യൂട്ട് ചെയ്ത് വെക്ക. ഓക്കെ, അഫ്രോസെ വേണ്ട, വരയ്ക്കണ്ട. ടീച്ചർ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന ടീച്ചറിന് വരയ്ക്കാനാണ്, നിങ്ങൾ വരയ്ക്കില്ല കേട്ടോ. മക്കൾ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ സം പെൻസിൽസ് ഹാവ് ബീൻ ഗിവൺ. നമുക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഏതേ വേണേലും പെൻസിലും അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പല രീതിയിൽ വരയ്ക്കാം. ഇനി ഈ പെൻസിൽ എടുത്തിട്ട് വരയ്ക്കാനാണെങ്കിൽ 3D ആണ് ഇതൊക്കെ. നമുക്ക് വരയ്ക്കേണ്ട രീതിയിൽ അതല്ല കേട്ടോ, മിസ് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കളർ എടുക്കാം. സി ഹിയർ, താഴെ കുറെ കളറുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടോ ഈ കളർ എടുക്കാം. നെക്സ്റ്റ് ഈ കളർ വേണമെങ്കിൽ ഇതെടുക്കാം. ഗ്രീൻ കളർ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ എടുത്ത് നമുക്ക് നന്നായിട്ട്. ഈ 3D ആണ്, ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് വേറെയാണ്, അത് മിസ് കാണിച്ചു തരാം. ഷഹബറ, മിസ് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ വരയ്ക്കരുതെന്ന്. വേണ്ട. എന്തോ അത് വൃത്തിയാക്കാൻ ഇത് വരച്ചാലും മായ്ച്ചാലേ പോകുള്ളൂ.
ഈ യെല്ലോ കളർ ആരാ വരച്ചയാള്? ഷകബറിയല്ലേ? ആരാ വരച്ചേ? മിസ് ക്ലിയർ ആയിട്ട് വരയ്ക്കും. ഇനിയിപ്പോ ഇതും ഇത് ഞാനല്ല മക്കളെ വരച്ച, നിങ്ങൾ ആരാണ്ടാണ് ആ വരച്ചയാള് കളയണം. അങ്ങനെയല്ല പറയുന്നേ. പറ. നമ്മ ഇങ്ങനെ എടുത്തിട്ട് എഴുതുന്നില്ല, അത് കണ്ണവരെ എഴുതൂലല്ല. അത് ഇതിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ വരച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ മിസ് ചെയ്യാതിരുന്നത് അനോട്ടേഷന്. അപ്പൊ നിങ്ങള് പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്നതിന് മുന്നേ ഞാനിവിടെ അത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ആരും വരയ്ക്കരുതെന്ന്. അപ്പോഴേക്കും നിങ്ങൾ അവിടെ വരച്ചു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് പറ്റിയത്. ഇനി ഞാൻ അതെടുക്കുന്നില്ല. നെക്സ്റ്റ് ഐ വിൽ ടേക്ക് പെയിന്റ്. അപ്പൊ ഇവിടെ നോക്കാം മക്കളെ. ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ, ഗോ ടു പ്രോഗ്രാംസ്. അതാരാ മ്യൂട്ട് ചെയ്ത് വെച്ച? ഇവിടെ എന്തൊക്കെ സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ. ആക്സസറീസ്, ക്ലിക്ക് ഓൺ പെയിന്റ്. നമുക്കിത് ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് എല്ലാം ഒന്നും നടക്കൂല. മറ്റേ പെയിന്റ് സാധാരണ നമുക്ക് പഠിക്കാനുള്ള പെയിന്റ് ഇതിനകത്ത് കാണുന്നില്ല. ഈ ലാപ്ടോപ്പിൽ അതില്ല. ബാക്കി എല്ലാ ക്ലാസ്സിലും വേറൊരു ലാപ്ടോപ്പിൽ വെച്ചായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പൊ അതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ മിസ്, അടുത്ത ക്ലാസ്സിൽ മറ്റേ ലാപ്പിൽ എടുക്കാവേ. ഈ ലാപ്ടോപ്പിൽ ഈ ഒരു പെയിന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഇതല്ല ശരിക്കും പറഞ്ഞാല്. ഓക്കെ, സപ്പോസ് ലുക്ക് എറിഞ്ഞ ആരും വരയ്ക്കല്ലോ കേട്ടോ. ഇതിനകത്തത് ഇത്രയും കുട്ടികളുള്ളതുകൊണ്ട് അത് എടുക്കാൻ. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഫാത്തിമ കെഎം, പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ. സീ, മിസ് ഒരു സ്റ്റാർ വരച്ചു. ഡിഡ് യു സീ ദിസ് സ്റ്റാർ? ഓക്കെ, ഡു യു ലൈക്ക് സ്റ്റാർസ്? യെസ്. നെക്സ്റ്റ് ഹിയർ നമുക്ക് ശരിക്കും ഇതല്ല വേണ്ടത്. ഞാൻ അടുത്ത ദിവസം മറ്റേ കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിന് കളർ കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷനൊന്നും ഇതിനകത്ത് കാണുന്നില്ല. കളറിന്റെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കായിരുന്നു. എന്തുവാ മക്കളെ പറ. മിസ് പറയുന്ന കേൾക്കുന്നില്ല. ആർക്കാണ് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ആർക്കാ കേൾക്കാത്തയാല്? നസാമറിയത്തിനാണോ? നസാമറിയത്തിനാണോ കേൾക്കാൻ പറ്റാത്തേ? ആരാ കേൾക്കുന്നുണ്ട്? ആരാണ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാല്? ഓക്കെ 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 ഓക്കെ. ഇനി മ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. നമുക്ക് കിട്ടിപ്പോയി, പെയിന്റിനെ കിട്ടി. ഓക്കെ, മിസ്സിനി വരച്ചൊക്കെ കാണിച്ചു തരാം, കളറൊക്കെ ചെയ്ത് കാണിച്ചു തരാവേ. പേജ് നമ്പർ 41.
പേജ് നമ്പർ 41. 41. ഓക്കെ. ഇനി ആരും ഇപ്പം പുസ്തകം എടുക്കണ്ട, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. മിസ് ഷെയർഡ് എ ന്യൂ സ്ക്രീൻ. ഇപ്പൊ ഒരു പുതിയ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, ഇവിടെ കുറെ കളേഴ്സ് തന്നിട്ടുണ്ട്. ബ്ലാക്ക്, ഗ്രേ, മെറൂൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഡാർക്ക് ബ്ലൂ, violet, like that way. And here also some other colors have been given. Here some shades have been given. And if you know to draw well, you can draw nice pictures. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആരൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരുണ്ട്? ഒന്ന് കൈപൊക്കിക്കെ കാണട്ടെ. Those who know to draw well, please raise your hand. Oh, good. എല്ലാവർക്കും തന്നെ വരയ്ക്കാൻ അറിയാലോ. നമ്മൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കമ്പ്യൂട്ടറും തന്നിട്ട് പെൻസിൽ, ഇതിനകത്ത് തന്നെ ഉണ്ട് പെൻസിലും ഒക്കെ, അതെടുത്തിട്ട് നമുക്ക് കളർ ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ, ചിത്രം വരപ്പിക്കാം കേട്ടോ. ഓക്കെ, now you all look into the screen. ഭാത്തുക്കുട്ടിയുടെ പല്ലൊക്കെ പോയോ? Okay, now you look at the screen. Now from here I will take one star. ഇവിടെ star ഉണ്ട്. From this I will take a star. Okay, I will draw a star here. Okay, is it nice star? Can you see the star? Yes, sir. ഇനി ആരും മിസ്സേ വിളിച്ചോണ്ടിരിക്കേണ്ട, ക്ലാസ് ടൈം ആണ്. ഓക്കെ, ആരും ഇപ്പം വിളിച്ചോണ്ടിരിക്കണ്ട. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. See, I have drawn a star. ഇപ്പൊ ഒരു സ്റ്റാർ വരച്ചു. ഇനി നമുക്ക് ഈ സ്റ്റാറിന് ഒന്ന് കളർ ഒക്കെ കൊടുത്ത് സുന്ദരൻ സ്റ്റാർ ആക്കണം. We have to make it a beautiful star. നല്ല സുന്ദരി സ്റ്റാർ അല്ലെങ്കിൽ സുന്ദരൻ സ്റ്റാറും ആക്കാം. See here, colors are there. ഇവിടെ കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇറ്റ്സ് ഓൾറെഡി ബ്ലാക്ക് കളർ. We will change the color. Shall we take this color, red color? Red color എടുക്കട്ടെ? Yes. It has become red in color. ഇനി നമ്മൾ this side, here some more options are there. Here one pencil is there, eraser is there, so many tools are there, magnifiers are there, like that, Alberts are there. Then one വാരിക്കല്ലേ ഞാൻ പറഞ്ഞ അഫ്രോസെ. എന്താ ഈ പറഞ്ഞ അനുസരിക്കാത്ത അഫ്രോസെ? ഓക്കെ, ഇനി പിന്നെ ഇവിടെ ഒരു പെയിന്റ് ബക്കറ്റ് നിറച്ചും പെയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തം പെയിന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ പെയിന്റ് ബക്കറ്റിനെ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. Shall we take a green color? ഗ്രീൻ കളർ എടുത്തിട്ട് ആ ഡബ്ബേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ക്ലിക്ക്. See, our star is now. Is it beautiful? നമ്മുടെ സ്റ്റാർ ബ്യൂട്ടിഫുൾ ആണോ? ഓക്കെ, കുറച്ച് പേർക്ക് ഗ്രീൻ കളർ ഇഷ്ടമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കളർ ചേഞ്ച് ചെയ്താലോ? We will go to blue. Blue എടുത്തു. See, our star has become blue. Okay, shall we take this blue, dark blue, indigo? Yes. And orange color. Afros, Anagraha Brajit, don't draw. Afros, ഞാൻ നല്ല ചീത്ത പറയുവേ. അഫ്രോസിനോട് പലതവണ പറയുന്ന വരയ്ക്കരുതെന്ന്. ഒരു മിനിറ്റ്. അഫ്രോസ് എവിടെ? അഫ്രോസ് ബിക്കെ വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നന്നായിട്ട് ഇരുന്നോണ്ട് വരച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? വരയ്ക്കില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താണ്? ഓക്കെ, നെക്സ്റ്റ് റെഡ് കൊടുക്കാം, ലാസ്റ്റ് കൊടുക്കാം. ബിക്കോസ് ഇതിന്റെ ബോർഡർ നമ്മൾ റെഡ് കൊടുത്തോണ്ട് പിന്നെ ഇത് ഡസന്റ് ലുക്ക് നൈസ്. അമൃത, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. സൗണ്ട് ആക്കല്ല, മ്യൂട്ട് ചെയ്ത് വെക്ക്. ഓൾ ഓഫ് യു മ്യൂട്ട് യുവർ സെൽഫ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. മിസ് ഓരോ കളർ എടുത്ത് നിങ്ങളെ കാണിച്ചെന്നോളാം, നിങ്ങളായിട്ട് പറയണ്ട. എല്ലാവരുടെയും കൂടെ സൗണ്ട് ആകുമ്പം ഭയങ്കര സൗണ്ട് ആണേ. ഓക്കെ, ഈ ഫാത്തിമ കെയും എവിടെയാണോ നോക്കിയിരിക്കുന്നത്?
ഫാത്തിമ ചോദിച്ചു വാലറ്റ് പറഞ്ഞിട്ട് കൊടുക്കായിട്ട്. എന്ത് ചോദിച്ചിട്ടാ? വാലറ്റ് കളർ ആ എല്ലാം മിസ് കൊടുക്കും. ഇവിടെയുള്ള എല്ലാ കളറും കൊടുക്കും കേട്ടോ. അതുവരെ ഫാത്തിമ നോക്കിയിരിക്കണം. ഓക്കെ, ഈ കളർ മിസ് എടുത്തു. അത് ബ്രൗൺ കളറാണ്. ക്ലിക്ഡ്, ഇറ്റ് ഈസ് ബ്രൗൺ. ആൻഡ് ദിസ് കളർ, ഓക്കെ. ഇനി ഈ യെല്ലോ കളർ, യെസ്. ഇനി ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഇസ് ദേർ. സി, നെക്സ്റ്റ് അനദർ ബ്ലൂ and another color, this violet, indigo, blue. ഇതെല്ലാം കൊടുത്ത കളറല്ലേ? കുറെ കളറുകളും കൂടി ഉണ്ട്. ഇപ്പൊ എല്ലാ കളറും ആയില്ലേ? ഫാത്തിമയുടെ കളർ കൊടുത്തു. ഫാത്തിമ നോക്കിക്കേ, ഇതാണ് ഫാത്തിമ ഉദ്ദേശിച്ച കളറ്. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. ഞാൻ പറഞ്ഞു ആരും മ്യൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടല്ലോ, പിന്നെ എന്തിനാ പിന്നെ മ്യൂട്ട് ചെയ്തിട്ട് പറയുന്നേ? ഇപ്പൊ ഇവിടെ ഉള്ള കളറെല്ലാം മിസ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ശരി, റെഡ് കൊടുത്തിട്ടില്ല. റെഡ് ബോർഡർ ഉള്ളത് കൊണ്ടാണ് കൊടുക്കാത്തത്. ഇപ്പൊ മൊത്തം റെഡ് ആയി പോയില്ലേ? അതാണ് പ്രശ്നം. ഇനിയിപ്പൊ നമുക്ക് ബോർഡർ ഇട്ടില്ല. നെക്സ്റ്റ്, ഇനി ആരും മിണ്ടല്ലേ. പ്ലീസ് മ്യൂട്ട് ആൻഡ് കീപ് യുവർ സെൽഫ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, ഇനി ഇങ്ങ് നോക്കിക്കേ. ഈ സ്റ്റാറിനെ നമ്മള് സ്റ്റാറിന് പല കളർ കൊടുക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എറൈസർ ഉണ്ട്. വാട്ട് ഈസ് എറൈസർ? എറൈസർ എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബ് ചെയ്യുന്ന സാധനം അല്ലേ, മായ്ക്കുന്ന റബ്ബർ. സോ വി വിൽ ഗോ ആൻഡ് ടേക്ക് ദിസ് എറൈസർ. ക്ലിക്ക്, വി വിൽ, അത് പോയി. നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ 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 ഇരുന്നോണ്ട് റബ്ബ് ചെയ്തോണ്ടിരിക്കും അല്ലേ? അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് മായ്ക്കുന്നത്. ഇഫ് യു ഡോണ്ട് വേണ്ട. കണ്ടോ? ഇനി നമുക്ക് ഇതല്ലെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മൊത്തം ഡിലീറ്റഡ് ആയി പോയിക്കോളും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദിസ്? എന്താണെന്നറിയാമോ ഇത്? ഒരു ചിത്രം അത്രേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിങ്ങനെ ബുക്കിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കുന്നല്ലേ? ഓക്കെ, ഇസ് ഇറ്റ് നൈസ്? നല്ലതാണോ? ഓക്കെ, ഇനി നമ്മള് ഇനി നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ കുറേ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ അൺടൈറ്റിൽഡ് പെയിന്റ് 3D എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ പേര് പെയിന്റ് എന്നാണ്. സോ അൺടൈറ്റിൽഡ് പെയിന്റ് 3, ഹിയർ ഇറ്റ് ഈസ് റിട്ടൺ. ഓക്കെ, ദാറ്റ് ഈസ് ടൈറ്റിൽ ബാർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെനു ബാർ. അടുത്തത് മെനു ബാർ ആണ്. അപ്പൊ ഇതാണ് മെനു ബാർ. ഇതുണ്ട് മെനു. This is menu bar. Next one is tool bars. ഇതാണ് ടൂൾസ് ഒക്കെ. What is the meaning of tool? Tool means ടൂൾസ് എന്ന് പറഞ്ഞാൽ അറിയാവോ? സാധനങ്ങൾ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ് അല്ലെ, കുട്ടികളല്ലേ? നിങ്ങളുടെ ടൂൾസ് എന്താണ്? Do you know what is your tools? Your book, your pencil, your eraser, pen,
cutter, all these are students tools. മക്കളെ നിങ്ങളുടെയൊക്കെ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ? നിങ്ങളുടെ ടൂൾസ് എന്താണ്? പെൻസിൽ, ബുക്ക്, eraser, cutter, geometry box, book, bag, all these are your tools. And what is the tools of mother? Mummyയുടെ tools എന്താണ്? Mother works in the kitchen, isn't it? Plates, dishes, spoons, isn't it? All those mummy's dishes, mummy's tools. And what is the tool of your parent? Father എന്ത് വർക്കാണ് ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആണ്. അതാണ് അവരുടെ ടൂൾസ് അല്ലേ? ഇഫ് യുവർ ഫാദർ ഈസ് എ പെയിന്റർ, ബ്രഷ്, പെയിന്റ് ബക്കറ്റ് ആൻഡ് ഓൾ ആർ ഹിസ് ടൂൾസ്. ഇഫ് യുവർ ഫാദർ ഈസ് എ കാർപ്പന്റർ, ഒരു ആശാരിയാണ് നിങ്ങളുടെ അച്ഛനെങ്കിലോ അവരുടെ എന്താ അതിനൊക്കെ പറയുന്ന പേരുകൾ എന്തൊക്കെയുണ്ട്? ചെത്തുവടിയെന്നോ എന്തൊക്കെ പറയുന്നത്, അങ്ങനത്തെ ടൂൾസ് ആയിരിക്കും അല്ലേ? അപ്പൊ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ടൂൾസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെൻസില്, എറൈസറ്, ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ടൂൾസ്, അതായത് പെയിന്റിന്റെ ടൂൾസ്, പെയിന്റ് എന്നുള്ള ഓപ്ഷനിലെ ഇവിടുത്തെ ടൂൾസുകളൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ഡ്രോയിങ് ഏരിയ. മിസ് പടം വരച്ച ഭാഗമില്ലേ, അതിനാണ് ഡ്രോയിങ് ഏരിയ എന്ന് പറയുന്നത്. സ്ക്രീനില് വരയ്ക്കാൻ ഷഹബറ പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീന്, ലിസൺ ഹിയർ. ഓക്കെ, വരയ്ക്കുന്ന ആ ഭാഗമാണ് ഡ്രോയിങ് ഏരിയ. പിന്നെ നമുക്ക് സ്ക്രോൾ ബാർസ് ഉണ്ട്. ഇനി മിസ് ഒന്നുകൂടി ഷെയർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ കളർ ബോക്സ് ഉണ്ട്. കളർ ബോക്സ് കാണിച്ചില്ലായിരുന്നോ? കുറെ കളർ നിങ്ങൾ റെഡ് വേണം, ബ്ലൂ വേണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ദാറ്റ് ഈസ് കളർ ബോക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളുടെ ഈ ഇതിനകത്ത് വൺസ് അഗെയിൻ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ. ഇനി ആരും വരച്ചേക്കല്ലേ? ഓക്കെ, ഈ പറഞ്ഞ മേളത്തെ ഇത് നമ്മൾ നോക്കേണ്ടതില്ല. അത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പേജ് നമ്പർ 41 ദ പെയിന്റ് വിൻഡോ എന്നുള്ള ഭാഗം മുതൽ നമ്മൾ എടുക്കാം. the paint window. So look at the title bar. ഇതാണ് title bar. Next, just below the title bar is the menu bar. So this is menu bars. ഇവിടെ എഴുതിയിട്ടുണ്ട് menu, brushes, 2D shapes, 3D shapes, stickers, text effects, അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അധികം കാണുന്നില്ല അതിനിടയ്ക്കുള്ളത്. ഞാൻ നോക്കട്ടെ. ഓക്കെ, സോറി, ഇതല്ലേ മെനു ബാറിൽ ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് അതിന് ശേഷം ടൂൾ ബോക്സ്. ഇതൊക്കെയാണ് ടൂൾ. ഇത് എവിടെയുണ്ട് ടൂൾസ് എന്നും പറഞ്ഞുണ്ട്. ടൂൾ ബോക്സിൽ ഈ പറഞ്ഞ പോലെ പെയിന്റ് ബക്കറ്റ്, പിന്നെ ഇവിടെ ഒരു എ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എറൈസർ ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ക് ഫില്ലർ ഉണ്ട്, മാഗ്നിഫയർ ഉണ്ട്, പെൻസിൽ ഉണ്ട്. ലൈക്ക് ദിസ് സോ മെനി തിങ്സ് ആർ ദേർ. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വരയ്ക്കാനും കളർ കൊടുക്കാനും. അതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ കളർ കൊടുത്തില്ലേ, കണ്ടോ, ലൈക്ക് ദിസ് വേ. പിന്നെ നമ്മുടെ ഡ്രോയിങ് ഏരിയ. ദിസ് ഈസ് ദ ഡ്രോയിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ക്രോൾ ബാർസ്. സ്ക്രോൾ ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് സ്ക്രോൾ ബാർസ്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് വിത്ത് ദ സ്ക്രോൾ ബാർസ്. ഇത് നെക്സ്റ്റ് കളർ ബോക്സ്. ദിസ് ഈസ് ദ കളർ ബോക്സ്. കമ്പ്യൂട്ടറിന്റെ കളർ ബോക്സിൽ ഇത്രയും കളറൊക്കെ ഉണ്ടത്. ഇനി എഡിറ്റ് വിത്ത് 3D പെയിന്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെ, ദിസ് ഈസ് കളർ ബോക്സ്. നെക്സ്റ്റ് അടുത്ത പേജിൽ
അടുത്ത പേജ് നമ്പർ 42. ടേക്ക് പേജ് നമ്പർ 42. ദിസ് ഏരിയ, ഇത് നമുക്ക് വരയ്ക്കാനുള്ള ഏരിയയിൽ ഈ പറഞ്ഞ വരയ്ക്കാനുള്ള ഇപ്പൊ മേളിൽ തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സൈഡിലേക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, മെനു ബാർ, ടൂൾ ബോക്സ്, ഡ്രോയിങ് ഏരിയ, കളർ ബോക്സ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇതിൽ ഇങ്ങോട്ട് പുതിയ വെർഷൻ ആയതുകൊണ്ട് ഈ സൈഡിലേക്ക് വന്നേക്കുന്നത്. ഇനി നമുക്ക് സം യൂസ്ഫുൾ ടൂൾസ് എന്ന് പറഞ്ഞ് താഴെ തന്നിട്ടുണ്ട്. എവിടെ നോക്കിക്കേ, പേജ് നമ്പർ 42 താഴെ തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കുക നിങ്ങൾ. ഇത് ടൂൾസ് കുറെ തന്നിട്ടുണ്ട് അല്ലേ, കുറെ ടൂൾസ് തന്നിട്ടുണ്ട്. ഒരു ഫ്രീ ഫോമും ഒരു സ്ക്വയറും, മേളിൽ കാണുന്ന ഒരു വളഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റാർ, സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാർ അല്ല, ഇച്ചിരി എന്തോ പരിക്ക് പറ്റി കിടക്കുന്ന സ്റ്റാർ പോലത്തെ ഒരു സ്റ്റാറും പിന്നെ ഒരു സ്ക്വയർ ഷേപ്പും. ദാറ്റ് ഈസ് യൂസ് ടു ഡിലീറ്റ്, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് അടുത്ത തവണ സ്ക്രീൻ ഷെയർ ചെയ്ത് തരുമ്പോൾ നമ്മുടെ ടൈം തീരാറായതുകൊണ്ട് മിസ് അടുത്ത ഇതിൽ കാണിക്കാം. പിന്നെ ഒരു എറൈസർ ഫോർ ഫില്ലിംഗ് വിത്ത് കളർ. ഫിൽ വിത്ത് കളർ എന്ന് പറഞ്ഞ് മിസ് കാണിച്ചു തന്നില്ല, ഒരു പെയിന്റ് ബക്കറ്റ് പോലത്തെ ഒരു സാധനം എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ സ്റ്റാറിലേക്ക് മൊത്തം കളർ അടിച്ചില്ലേ, അത് ഫില്ലിംഗ് വിത്ത് കളർ, ഫിൽ വിത്ത്. നെക്സ്റ്റ് ഫോർ പിക്കിംഗ് കളേഴ്സ്, ഒരു നമ്മൾ ഈ സാധനം കണ്ടിട്ട് മൂന്നാമത് തന്നിരിക്കുന്ന ഒരു സാധനം, നമ്മുടെ മൂക്കിലൊക്കെ ഡ്രോപ്സ് ഒഴിക്കുന്ന പോലത്തെ ഒരു സാധനം കണ്ടോ, ചിത്രത്തിൽ നോക്കിക്കേ. പേജ് നമ്പർ 42 ചിത്രത്തിൽ നോക്കിക്കേ. ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്കടിച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡ്രോപ്സ് വരികയല്ലേ, അപ്പൊ മൂക്കിൽ ഒഴിക്കാൻ വേണ്ടി ഒരു സാധനം ഇങ്ങനത്തെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ദാറ്റ് ഈസ് നോൺ ആസ് ഫോർ പിക്കിംഗ് കളേഴ്സ്. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ പിക്കിംഗ് കളേഴ്സ്. നെക്സ്റ്റ് മാഗ്നിഫയർ, അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മിറർ പോലെ, കണ്ണടി പോലെ തോന്നുന്നേ, നമ്മുടെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കാൻ പറ്റുന്നല്ലോ. ഫോർ മേക്കിംഗ് ദ വ്യൂ ലാർജർ ഓർ സ്മോളർ, വലുതാക്കിയും ചെറുതാക്കിയും കാണിക്കുന്ന മാഗ്നിഫയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത ഫോർത്ത് വണ്ണില് ഫോർ ഡ്രോയിങ് തിങ് ലൈൻസ്, പെൻസിൽ പോലത്തെ ഒരു സാധനം, വളരെ പെൻസിൽ പോലെ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഫോർ ഡ്രോയിങ് തിക്ക് ലൈൻസ്, ഒരു ബ്രഷ് പോലെ തന്നിട്ടുണ്ട്, അത് വളരെ തിക്കായിട്ട് കട്ടിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് അതൊക്കെ വെച്ച് വരയ്ക്കണം കേട്ടോ. പിന്നെ അടുത്തതില് രണ്ടെണ്ണം എഴുതാതെ, ഒന്ന് മാഗ്നിഫയറിന്റെ പോലെ, ഈ ഞാൻ ആദ്യം കാണിച്ച ചിത്രത്തിൽ വന്ന പോലെ സ്പ്രേ ചെയ്ത് വരുന്നത് പോലെ ഉള്ള ചിത്രം വരയ്ക്കാൻ വേണ്ടി. പിന്നെ എ എന്ന് എഴുതിയ പോലെ അതെവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു റൈറ്റ് വി ക്യാൻ യൂസ് ദാറ്റ്. പിന്നെ കർവ് ലൈനും സ്ട്രെയിറ്റ് ലൈൻസും വരച്ചിട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ. പിന്നെ ഫോർ ഡ്രോയിങ് റെക്ടാങ്കിൾസ്, ഡ്രോയിങ് പോളിഗൺസ് വരയ്ക്കാൻ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണിച്ചു തരാം. മിസ് ഇപ്പം കാണിക്കാൻ ഇനി സമയമില്ല കേട്ടോ. പിന്നെ ഡ്രോയിങ് ഓവൽസ്, സർക്കിൾസ്, അതുപോലെ ഡ്രോയിങ് റെക്ടാങ്കിൾസ് വിത്ത് റൗണ്ട് കോർണേഴ്സ്, സൈഡിൽ കോർണർ രീതിയിലാക്കിയിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത്രയും ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അല്ല നമ്മുടെ പെയിന്റ് എന്നുള്ള ആ ഇതിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് നമ്മുടെ ടൈം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് ബൈ. നല്ല മക്കളായിട്ടിരിക്കണം കേട്ടോ. ഓൾറെഡി ഗോയിങ് ടു ബി 4 o'clock. ഗോ ആൻഡ് ഹാവ് ടീ, ചായ ഒക്കെ കുടിച്ച് നല്ല മക്കളായിട്ടിരിക്കണം കേട്ടോ. നല്ല മക്കളാകില്ലേ? ബൈ ബൈ, സി യു, ലവ് യു ഡിയേഴ്സ്. Bye. Bye bye. Bye.